നമ്മൾ കടയിൽ ഇഡലി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പച്ചരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ട് ചോറും കൂട്ടിയൊക്കെ അരച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊക്കെയാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഇഡലി ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. പിന്നെ ചില ആൾക്കാർ പൊടി ഉഴുന്നും കൂട്ടിയിട്ടൊക്കെ അരച്ചിട്ടും ഇഡലി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കില്ലേ റേഷനരിയും വെച്ചിട്ട് കഞ്ഞി കുടിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ ഷമീറാനോട് പറഞ്ഞേടി വരുമ്പോൾ കുറച്ച് റേഷനരി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അവൾ ഇതേപോലത്തെ മട്ടരി ഇല്ലേ റേഷൻ കടയിൽ നിന്നിട്ട് അതാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ കഞ്ഞിയൊക്കെ വെച്ച് ഇടക്കിടക്ക് കുടിക്കുകയും ചെയ്യും. അപ്പം ഞാനോത്ത് ഇതും വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഒരു ഇഡലി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് 1.5 ഗ്ലാസ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്താനായിട്ട് വെച്ച്. അതിൻ്റെ ഇടയിൽ ഇതേ ഉഴുന്ന് കൊടുത്തിട്ടുണ്ട്. ഇഡലിക്ക് ഉഴുന്ന് മേടിക്കുമ്പോഴേ ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്ന് മേടിക്കണം കേട്ടോ, നല്ല ഉഴുന്ന്. എന്നാലേ നല്ല ടേസ്റ്റുള്ള ഇഡലി കിട്ടുള്ളൂ, അതായത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഞാനേ ഒരു 2 മണിക്കൂറിന് ശേഷം കൊണ്ട് മാവൊക്കെ അരക്കാൻ പോകണം. ആദ്യം തന്നെ ഞാൻ നമ്മുടെ എന്താണ് ഉഴുന്നാണ് അരക്കാൻ പോണത്. അപ്പോൾ ആ കഴുകി വൃത്തിയാക്കിയിട്ടാണല്ലോ കുതിർത്താനായിട്ട് ഇട്ടത്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ തന്നെയുണ്ട് ഞാൻ ഈ ഉഴുന്ന് അരച്ചെടുക്കാൻ പോണത്. ഈ ഇഡലിയിൽ ഞാൻ ചോറോ അവലോ ഒന്നും ചേർക്കാനുള്ള അരി ഉഴുന്ന് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഞാനല്ലേ അരിയൊന്ന് ഊറ്റപ്പാത്രത്തിൽ വെള്ളം ഊറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതേപോലെ തരിതരിപ്പായിട്ടാണ് ഒന്ന് പൊടിച്ചെടുത്തേക്കണത്. ശരിക്കും തരിയുള്ള പുട്ടുപൊടിയില്ലേ അതേപോലെ വേണം പൊടിച്ചെടുക്കണം. നമുക്ക് ഈ പൊടി വേണമെങ്കിൽ പുട്ടുണ്ടാക്കാനും എടുക്കാം കേട്ടോ. ഇങ്ങനെ തരിയൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചിട്ട് പുട്ടും ഉണ്ടാക്കാം, ഇഡലി ഉണ്ടാക്കാം. ഇനി പൊടിച്ച പൊടി എന്ത് ചെയ്യുന്ന ഉഴുന്നിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഇച്ചിരിക്കോളം വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കണം. പിന്നെ വേണമെങ്കിൽ ഇച്ചിരിക്കോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കൈ കൊണ്ട് നന്നായിട്ട് മാവ് അടിച്ച് ഇങ്ങനെ എടുക്കേണ്ടത്. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്താൽ മാത്രമേ ഇഡലി നല്ലോണം പൊന്തിയും കിട്ടുള്ളൂ, അതേപോലെ നല്ല സോഫ്റ്റും ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞാനൊരു 11 മണിയായപ്പോഴാണ് ഈ മാവ് അരച്ച് വെച്ചത്. കട പൂട്ടണേക്ക് മുമ്പിട്ട്, അതായത് ഷമീറൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ബാക്കി ഭാഗം കേട്ടോ. അപ്പം നോക്കുമ്പോൾ നമ്മൾ മാവൊക്കെ നല്ല സോപ്പും പത പോലെ പൊന്തിക്കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം തൊട്ടാണ് ഞാൻ ഇഡലി ഉണ്ടാക്കാൻ പോണത്. നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം ഉണ്ടാക്കണത്. രാവിലെ ഒന്നും ഇഡലി ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയം കിട്ടില്ല, അതുകൊണ്ടിട്ടാണ്. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്ത് ഇച്ചിരിക്കോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇഡലി തട്ടില്ലേ ആ കുഴിത്തട്ടിലേക്ക് ഒഴിച്ചോളൂ. ഞാനിതിൽ എണ്ണ നെയ്യോ ഒന്നും തൂത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇല്ലേ ഇഡലി മാവ് കുഴിത്തട്ടിൽ ഒഴിക്കണക്കാട്ടെ മുമ്പ് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മുടെ മാവ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പച്ചനെ വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് ഇഡലി മാവ് അങ്ങോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരുന്ന് ആടായിപ്പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടൂല. ഞങ്ങളങ്ങനെ ഉണ്ട് കടയിൽ ചെയ്യണത്. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷവും മാവ് ഒഴിക്കുള്ളൂ കുഴിത്തട്ടിലേക്ക്. പാത്രത്തിൽ എണ്ണ തടവിയില്ലെങ്കിലും കൈ കൊണ്ട് സ്പൂൺ കൊണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയേട്ടാ. അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ മൂലക്കയിൽ ചാക്കിൽ ആയിട്ട് റേഷൻ കടയിൽ അരിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കി അതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ. അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക് യു.